ലോജേസ് വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം എൻ്റെ നേരത്തെ വീഡിയോയിൽ ഒരു ഫ്ലവർ വേസ് ഉണ്ടാക്കിയ വിഷയത്തിൽ ഞാൻ പൂ വെച്ചില്ല. അപ്പം ഇന്ന് നമുക്കത് പൂ സെറ്റ് ചെയ്യാൻ പോകണം കേട്ടോ. അപ്പം ഞാൻ നേരത്തെ ഒരു പൂ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ കായും ഇലയും മാത്രമേ ഉള്ളൂ. നോക്കിയേ, അത് പൂവില്ല. അപ്പം ഇന്ന് നമുക്ക് അലൂമിനിയം ഫോയിൽ പേപ്പർ കൊണ്ട് എങ്ങനെ പൂ ഉണ്ടാക്കാൻ നോക്കാം. ഒരു കമ്പി വേണം, അതുപോലെ സ്പോഞ്ച് വേണം. അപ്പം ഞാൻ സ്പോഞ്ച് കുറച്ച് കട്ട് ചെയ്തെടുത്തു. നമുക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ കട്ട് ചെയ്യാം. ഈ കമ്പി എടുത്തു, കമ്പിയിൽ ഇങ്ങനെ ഒരു ഹൂക്ക് ഇട്ടു, കണ്ടോ. എന്നിട്ട് ഈ ഹൂക്ക് ഇവിടെ ഇങ്ങനെ വെക്കണം, ഇങ്ങനെ കൊളുത്തി വെക്കണം, കണ്ടോ. കൊളുത്തി വെച്ചു. ഫോയിൽ പേപ്പർ എടുത്തു. അപ്പം ഇത്രയും കുറച്ച് മതിയല്ലോ. അപ്പം അതിന് ഞാൻ പകുതി മുറിച്ചെടുത്തു. ഇത് എളുപ്പത്തിലാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇങ്ങനെ വെച്ചു. ഇതങ്ങ് പൊതിഞ്ഞു. അപ്പം പൊതിയുമ്പം കുറേ അങ്ങ് അമർത്തി പൊതിയണ്ട, കാരണം മുട്ടല്ലേ, മുട്ട ഷേപ്പിൽ വേണ്ടേ. അപ്പം അത് മുട്ടാക്കി. അപ്പം നോക്കിയേ എത്ര പെട്ടെന്ന് ആ മുട്ടായി, നോക്കിയേ മുട്ടായി. ഇനി ഈ മുട്ടിലെ താഴോട്ടൊന്ന് പൊതിയണം. അതേ സെയിം പേപ്പർ വെച്ചിട്ട് ഇങ്ങനെ. ഇതിന് നല്ല വശവും അഴുക്ക് വശവും ഉണ്ട്. അഴുക്ക് മീൻസ് ഇവിടെ ഇച്ചിരി ഗ്ലേസിങ് ആണ്, ഇത് ഗ്ലേസിങ് ഇല്ല. അപ്പോൾ ഇത് എടുക്കുക, ചുരുട്ടുക, ഇതുപോലെ രണ്ടായിട്ട് മടക്കുക, 2ഓ 3ഓ ആയിട്ട് മടക്കുക. മടക്കി ഇങ്ങനെ ചുരുട്ടിയാൽ മതി, കുഴപ്പമില്ല. എന്നിട്ട് ഇതിൽ ഇങ്ങനെ വെക്കുക. എന്നിട്ടിത് ചുറ്റിയെടുക്കുക, താഴോട്ട് ചുറ്റിയെടുക്കുക. നമുക്ക് എങ്ങനെ വേണേലും ചുറ്റാമേ. ഇപ്പം ഞാൻ എളുപ്പത്തിൽ ചുറ്റിയെന്നേ ഉള്ളൂ. എന്നിട്ടൊന്ന് അമക്കി കൊടുക്കുക. അപ്പം നമ്മുടെ മുട്ട് റെഡി. ഇനി നമുക്ക് പൂവുണ്ടാക്കാം. അപ്പം നമ്മൾ പൂവിന് വെട്ടിയെടുത്തിട്ടുണ്ട്. അത് നമ്മുടെ അളവനുസരിച്ച് നമുക്ക് ഇച്ചിരി വീതി കൂടിയ പൂവാണെങ്കിൽ ഇച്ചിരി വീതിക്ക് എടുക്കാം, വീതി കുറഞ്ഞ പൂവാണെങ്കിൽ വീതി കുറച്ചെടുക്കാം. അപ്പം ഞാനിതിൻ്റെ ഒരു പകുതിയാണ് എടുക്കുന്നത്. ഇതിൻ്റെ പകുതി എടുത്തു. രണ്ടായിട്ട് ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ വെച്ചു. ഇങ്ങനെ വെച്ചിട്ട് ചെറിയ പൂവല്ലേ, അപ്പം ഇച്ചിരി മുകളിലോട്ട് വെച്ചിട്ട് ഇങ്ങനെ ചുറ്റുക. എന്നിട്ട് ഈ കൈ കൊണ്ട് ഒന്ന് വിടർത്തിയിട്ട് ഇങ്ങനെ ഒന്ന് അമക്കി കൊടുക്കുക. അപ്പം ഇത് പൂവിൻ്റെ ഇതള് പോലെ ആയില്ലേ, കണ്ടോ. ഇനി ഒരു 4 എണ്ണം ഉണ്ടാക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ വെച്ചിരിക്കുന്ന മുട്ടിനകത്ത് വെക്കാം ഈ പൂവ്. ഓക്കെ, നമ്മൾ ഇത് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ചൂടാകണം. ചൂടായാൽ ഈ പശ വരത്തുള്ളൂ. ഇതിൽ പശ തേക്കുക. പശ തേച്ചു. പൂവിൻ്റെ ഇതളെടുത്തു, ഇങ്ങനെ ഒട്ടിക്കുക, കണ്ടോ. അതുപോലെ പിന്നെ എടുത്തു. 4 ഇതളുണ്ട്, ഒട്ടിച്ചു. നാലാമത്തെ ഇതൾ. അപ്പം പൂവായി. ഇനി നമ്മളിതിന് വേറൊരു കാര്യം ചെയ്യാൻ പോകണം, ഒരു ഡെക്കറേഷന് വേണ്ടി തെർമോക്കോള്. അപ്പം ഈ തെർമോക്കോള് ഞാൻ കുറച്ച് ചുരണ്ടി എടുക്കാൻ പോവാം. കാണാവോ? ഇങ്ങനെ എടുത്താൽ മതി. ചുരണ്ടി എടുക്കുമ്പോൾ അവിടെ കയ്യിലൊക്കെ ഇങ്ങനെ ആവും, കുഴപ്പമില്ലാതെ ഇങ്ങനെ അതിനകത്തോട്ടാക്കിയാൽ മതി. ഇതായുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മുടെ വീടെല്ലാം അതങ്ങ് ആകും. അതുകൊണ്ട് വലിയ പാടാണ്, പറന്ന് നടക്കും. അതൊക്കെ വൃത്തിയാക്കാൻ ഭയങ്കര പാടാണ്. ഇവിടെ ഇങ്ങനെ പശ തേക്കുക, ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇതാണ് സംഭവം.
തെർമോക്കോൾ. അപ്പം ഞാൻ നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ട് പൂവ്. അപ്പോൾ ഇത് തെർമോക്കോളാണ്. അപ്പം ഇങ്ങനെ ഒട്ടിക്കുക. അപ്പോൾ നമ്മുടെ ഫ്ലവർ വൈസ് സെറ്റ് ചെയ്യാൻ പോവാണ്. ഇതാണ് ഞാൻ ഉണ്ടാക്കിയ ഫ്ലവർ വൈസ്. നേരത്തെ ഉണ്ടാക്കി നമ്മൾ വീഡിയോ കാണിച്ചിട്ടുണ്ട്. ഇത് ന്യൂട്രലയുടെ ഒഴിഞ്ഞ കുപ്പിയാണ്. ന്യൂട്രല എന്ന് പറഞ്ഞാൽ ബെഡിലൊക്കെ തേച്ച് കഴിക്കത്തില്ല, അത് ന്യൂട്രലയുടെ ഒഴിഞ്ഞ കുപ്പി. അതുപോലെ പഴയ ഒരു ടേബിൾ ക്ലോത്താണിത്. അത് വെച്ചിട്ടാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ഫ്ലവർ വേസിൽ എങ്ങനെ പൂ വെക്കുന്നത് നോക്കാവേ. ഇതാണ് ഫ്ലവർ, നേരത്തെ കാണിച്ചിട്ട് ഇതാണ് ഫ്ലവർ വേസ്. അപ്പോൾ നമ്മളിത് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ലൈറ്റ് ഇതിനകത്ത് വെക്കാൻ പോവാം. ലൈറ്റ്. ഓക്കെ. അപ്പോൾ ഇത് ഇതിനകത്തോട്ട് ഇറക്കി വെക്കുക. എന്നിട്ട് ഈ ലൈറ്റ് അതിൻ്റെ മുകളിൽ വെക്കുക. ഇതാണ് നമ്മുടെ ഫ്ലവർ വേസ് ആൻഡ് പൂവ്. ലൈറ്റ് കത്തുന്ന ഫ്ലവർ. അപ്പോൾ നമ്മുടെ ഫ്ലവർ വേസ് അതുപോലെ ഫ്ലവർ റെഡി. ഓക്കെ. അപ്പോൾ ചെയ്ത് നോക്കണേ, സൂപ്പർ. Make it or not.